പേര് പറഞ്ഞു തുടങ്ങണേ. ഞാൻ ഹിബ. ഞാൻ ഹൈറ. ഫിദ. ഞങ്ങൾ സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ 2 ട്വിൻസാണ്. താങ്ക് യു. ബേസിക്കലി ട്രിപ്പിൾ കഴിഞ്ഞാണ്. ഞങ്ങൾ 2 പേരും ഒരേ കോളേജിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ TCS ജോയിൻ ചെയ്തു. അതും ഒരുമിച്ചാണ് ജോയിൻ ചെയ്തത്. ഇപ്പോൾ 3 ഇയർ കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് പിന്നെ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ താമസമൊക്കെ ചെന്നൈയിൽ നല്ലതാണ്. സിർസേരി എന്ന് പറഞ്ഞ ഭാഗത്താണ്. അവിടെ വാട്ടറിന് വെള്ളത്തിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും കേട്ടോ? കുഴപ്പമില്ല, ഫ്ലാറ്റിൽ എപ്പോഴും ഉണ്ടല്ലേ? ഓക്കെ. നിങ്ങളുടെ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് 1 മന്തിൻ്റെ ഗ്യാപ്പിലായിരുന്നു കല്യാണം. ജൂലൈയിലോ ഓഗസ്റ്റിലായിട്ടായിരുന്നു. അത് ശരി. ആരാദ്യം കല്യാണം കഴിച്ചത്? ഓക്കെ. അസ എവിടെയാ? സൗദിയിലാണ് ജോലി ചെയ്യണത്. എവിടെയാ? ജാവേദ് എന്നാണ് പേര്. ജുബൈയിൽ. എൻ്റെ ഹസ്ബൻഡ് ഹാഫിസ് എന്നാ പേര്. നെതർലൻഡ്സിലാണ്. ആംസ്റ്റർഡാം. ആംസ്റ്റർഡാം. ഓക്കെ. നമ്മുടെ ഒരു മല്ലു ഗേളിൻ്റെ വീഡിയോ കാണാറുണ്ടോ? മലയാളിയല്ലേ? തനി മലയാളി. മോളെന്ത് ചെയ്യുന്നു മോളെ? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കേന്ദ്ര വിദ്യാലയം. അതെവിടെ? കടവന്ത്ര. ബസ് വരുമോ മുറ്റത്തെ? ഇനിയും എന്നത്തേക്കാണ് നിങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നത്? നെതർലൻഡ്സിൽ വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിസയ്ക്ക് ഉടനെ കിട്ടുമല്ലോ അല്ലേ? 2-3 മാസത്തിൽ റെഡിയാവും. സൗദിയിലെ സിറ്റുവേഷൻ എങ്ങനെയാവും? ബുദ്ധിമുട്ടല്ലേ അങ്ങോട്ട് കൊണ്ടുപോകാൻ? അതോ കൊണ്ടുപോകാൻ പറ്റുമോ ചേട്ടന്? കൊണ്ടുപോകാൻ പറ്റും. അവിടെ ജോലി നോക്കണ്ട്. റെഡിയായി പോകണം. വെരി നൈസ്. ഞാൻ ഇന്നലെ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടിരുന്നു. സൗദിയിലെ ഡോക്ടറായിരുന്നു. എൻ്റെ വ്ളോഗിലുണ്ടാവും. ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ കാണാവേ. ഇപ്പം ജോലി ചെയ്യുന്നത് ബേസിക്കലി നിങ്ങൾ എന്തുവാ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റാണ് ചെയ്യണത്. അപ്പോൾ ഓരോ പ്രൊജക്റ്റ് അനുസരിച്ച് ഓരോ സോഫ്റ്റ്വെയർ ആയിരിക്കും നമുക്ക് കിട്ടണേ. അതനുസരിച്ച് നമ്മൾ അവർക്കുള്ള എൻഹാൻസ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. അത് മേജർലി ഗൂഗിൾ പോലുള്ള അങ്ങനെ ക്ലൗഡ് മാർക്കറ്റിംഗുകാർക്കാണോ? എങ്ങനെയുള്ള ക്ലയൻസാണ് നിങ്ങൾക്ക് വരുന്നത്? കുറേ ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ എയർലൈൻസ് ഉണ്ട്, ഓരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ബാങ്കിങ് ഉണ്ടാവും. ഓരോ പ്രൊജക്റ്റ് ഓരോ ഡിപ്പെൻഡ് ചെയ്യും. TCS കിട്ടുന്ന ഓർഡർ നിങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചെയ്ത് കൊടുക്കും അല്ലേ? ഓരോ പ്രൊജക്റ്റ് ഉണ്ടാവും, ഓരോ ക്ലയൻറ്റ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ശരി. ഇപ്പം ഒരു വലിയൊരു മനിയാണല്ലോ. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതിപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അതിനൊപ്പം കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. അത് ഭയങ്കര അഡ്വാൻസ്ഡ്, ഇങ്ങനെ ഹൈലി അഡ്വാൻസ്ഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടെ നമ്മളൊരു സ്റ്റോക്ക് പ്രൈസ് ചോദിച്ചാൽ അവനൊരു ഉത്തരം പറയും. അത് നമുക്ക് റിലയബിൾ ആണോ? അത് നമ്മൾ അത് ബൈ ചെയ്യണോ സെയിൽ ചെയ്യണോ എന്ന് ചോദിച്ചാൽ അവൻ പറയുന്ന ഉത്തരം നമ്മൾ ഫോളോ ചെയ്യണോ വേണ്ടയോ? അത് ഡിപ്പെൻസ് ആണ്. കുറേയൊക്കെ ആക്യുറേറ്റ് ആയിരിക്കില്ലേ? അവൻ എല്ലാ ഡേറ്റയും നോക്കിയിട്ടാണോ ഈ തരുന്നത് ആൻസറെ? ആണല്ലേ? മോളുടെ അഭിപ്രായം എന്നാ? എൻ്റെ അഭിപ്രായം അതെ, വി ഷുഡ് ലുക്ക് ഫോർ എന്ത് ചോദ്യം എയോട് ചോദിക്കാൻ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. മോളെ പറ്റി കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് മോൾക്ക് അറിയാവുന്നത്? അറിയില്ല. റോബോട്ടിക് സയൻറ്റിഫിക് സ്റ്റഡീസ് അങ്ങനെ വല്ലതും അറിയാമോ? ഉണ്ട്. മോളെ എന്തെങ്കിലും പ്രോജക്റ്റ് ഇലക്ട്രോണിക്സ് അങ്ങനെ വല്ല താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, പക്ഷെ ഒന്നിനുമില്ല. താങ്ക് യു മോളെ. ഹാവ് എ നൈസ് ട്രിപ്പ് ഇൻ കാശ്മീർ. ഒറ്റ ചോദ്യം കൂടെ. പപ്പായോട് നിങ്ങൾ പറഞ്ഞാണോ ഈ കാശ്മീർ സെലക്ട് ചെയ്തത്, അതോ പപ്പായുടെ മമ്മിയുടെ സെലക്ഷൻ ആണോ ഇത്? ആയിരുന്നു കാശ്മീർ വരെ പോകണം. വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ടേ? ഓക്കെ. എവിടേക്കാണ് മോള് പോയിട്ടുള്ള? മദ്രാസിലൊക്കെ? ഡൽഹി ആണല്ലേ? യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിരുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച്.